गाइस, आप सबका स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए किष्किंधा कांधम मूवी के सीन 3 का रिएक्शन। सर लास्ट सीन हमने देखा कि वहाँ पे थोड़ी सी हल्की हल्की वियर्ड चीज़ें हो रही हैं, और जो एकदम शांत पीसफुल चीज़ लग रही थी फर्स्ट सीन में, सेकंड सीन में थोड़ा सा ऐसा लग रहा है कि अंकल थोड़ी सी ऐसी चीज़ें कर रहे हैं। पर एक ये भी है कि ओल्ड एज का भी हमें उनको सपोर्ट देना चाहिए। मिस्ट्री तो अभी गन की है कि गन तो जो है वो है कहाँ, एक्चुअल में छुपाई गई है कि सच में नहीं मिल रही। और ऑल्सो वो बंदर का जैसे वो दिखाया था, जैसे वो सामने बैठा था, ऐसा लग रहा था कुछ गाइड कर रहा है वो, हाँ वही, वो ऐसे थोड़ा अलग तरीके से देख रहा था, और वो उनको देख के थोड़ा शॉक टाइप ऐसा हुआ था, पता नहीं क्या हुआ देख के। फिर आप भी देखो, हम भी लेट्स स्टार्ट। ഫോൺ വിളിച്ചാൽ കിട്ടാത്ത എവിടെയെങ്കിലും പെട്ടുപോയിരുന്നെങ്കിലോ? ये क्या आग लगा रहे हैं? जला रहे हैं। और जंगल में आग ऐसे तो ना लगा मेरे को लग देते। रहा है वो बॉक्सेस जला रहे हैं कोई शराब के कुछ। मेरे को अजीब लग रहा है यार। ओ दिख रही है एक छोटी सी लाइट। हाँ बता दिया। വേറെ ആർക്കും ഇവിടെ സ്ഥലമൊന്നുമില്ല. ആ തോട് വരെ നമ്മൾ തന്നെ. ഇനി അപ്പുറത്തെ പണിക്കാരായിരിക്കും. ഒരു 7:30 മണി വരെയൊക്കെ അവരവിടെ ഉണ്ടായിരുന്നു. ഈ രാത്രിയിൽ എന്ത് പണി? ഞാനൊന്ന് നോക്കട്ടെ. ഇത് മതിയോ? നല്ല കാടാ അവിടെയൊക്കെ. ഞാൻ ടോർച്ച് എടുത്തിട്ട് വരാം. उस टॉर्च लाइट से क्या होगा? सही बात है, अच्छी है यार ये बहुत। हाँ पूरा घर संभालने बनाने वाली टाइप। ओले अम्ब्रेला भी लाओ। अरे रे बारिश भी हो गई अब तो। ऐसे एरियाज में ज्यादा होती है ना। वो हाँ, वो फायर तो बुझ गई होगी। हाँ हाँ अब क्या। काइंड ऑफ वो आप सिग्नल ले लेते हो ना कि फायर नहीं चाहती, या तो ऊपर वाला नहीं चाहता हमें बुलाने के लिए। हाँ कुछ नहीं है। ओ जल ही गया था। നിങ്ങൾ എപ്പോഴൊക്കെ ഈ ഭാഗത്ത് വരാറുള്ളൂ? ഇങ്ങോട്ടങ്ങനെ ആരും വരാറില്ല. ഓ ഇതിനു മുമ്പ് ഇതുപോലെ എന്തെങ്കിലും കത്തിക്കറിഞ്ഞ് കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഏയ് ഇങ്ങനെ തീയും കണ്ടിട്ടില്ല. ഇല്ല. ഇവിടുത്തെ നിലം കാണുമ്പോൾ അങ്ങനെയല്ല കേട്ടോ തോന്നുന്നേ. ഇതാ നിങ്ങൾ നോക്കി, ഈ ചുറ്റുവട്ടത്തൊക്കെ ഏകദേശം ഒരേ ലെവലിൽ കാട് വളർന്ന് നിൽക്കുന്നുണ്ട്. ഈ പറമ്പിന്റെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ. पर इस एरिया में नहीं हुआ। ഈ തീയിട്ടതിന് ചുറ്റും മാത്രം 2-2.5 यहाँ पे रेगुलरली कोई जला रहा है कुछ आगे। മണ്ണിളക്കി നോക്കിയപ്പോ കരിയും കാണുന്നുണ്ട്. ഈ ഭാഗത്ത് ഇതിനു മുമ്പ് ഇതുപോലെ തീയിടാറുണ്ടെന്ന് ഉറപ്പാ. पहले भी जल चुकी है कुछ चीजें। കിഴക്ക് ഭാഗത്ത് എവിടാ നിങ്ങളുടെ അതിര്? ആ തോടിന്റെ അവിടെ നിന്ന് 10 അടി മാറി 2 ആഞ്ഞിലി വെച്ചിട്ടുണ്ട്. ആ അതിനപ്പുറം അതിനപ്പുറം എന്റെ തന്നെയാ കൊടുത്തു. ഓ കോട്ടയങ്കാരെടുത്തു എന്ന് പറഞ്ഞ സ്ഥലം. ആ ഓക്കെ ഓക്കെ. ഈ തീയിട്ട സ്ഥലം ഇപ്പോഴും നിങ്ങളുടെ അതിർത്തി തന്നെയല്ലേ? അളപ്പിക്കേണ്ടി വരില്ലല്ലോ അല്ലേ? अरे अंकल ने बताया नहीं मैंने जलाया था, तो ये कुछ तो कर रहे हैं। അതപ്പുറത്തെ പണിക്കാർ പിള്ളേരാരെങ്കിലും ചവറ് കൂട്ടിയിട്ട് കത്തിച്ചായിരിക്കും. കത്തിക്കാൻ ചവറും കൊണ്ട് ഇറക്കുമ്പോൾ ആഞ്ഞിലിയുടെ എണ്ണമൊക്കെ ആരെങ്കിലും നോക്കാറുണ്ടോ? ഞാനും അത് തന്നെ പറഞ്ഞത്. പിന്നെ ഇവക്ക് അതൊന്ന് പോലീസ് ലൈനിൽ കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. ആ അത് നന്നായി. വല്ലപ്പോഴും അല്ലേ എങ്ങനെ പോലീസ് കളിക്കാനുള്ള ചാൻസ് കിട്ടാറുള്ളൂ. ആ എടാ സുഗതത്തൻ ചേട്ടൻ ഇങ്ങോട്ട് വരാറുണ്ടോ? ഇല്ല. എന്തേ? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് സുമൻ ചേട്ടനെ പോയി കാണാറുണ്ടെന്നൊരു പറച്ചിലുണ്ട്. കല്ലേപ്പത്തെ വെടിവെപ്പ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേഷനിലും അങ്ങനെ ഒരു ടോക്കുണ്ട്. അല്ല മൂപ്പരൊന്നിനും പോവില്ല എന്നറിയാം. എന്നാലും കുറച്ച് നാളത്തേക്ക് കമ്പനി ഒന്ന് വിട്ടുപിടിക്കാൻ പറ. നമ്മളായിട്ട് എന്തിനാ വെറുതെ अरे वो सुमिंद्र का नाम कितना खराब है कि उसके साथ किसी को हैंग आउट नहीं करने देता कोई भी। तो ये बात अपने फादर को बोल पाएंगे कि आप इसके साथ मत जाओ? नहीं बोल पाएंगे। और कौन से मानने वाले हैं वो। ചേട്ടാ ചേട്ടാ ആ ബെൽഗാം എന്ന് വെച്ചാൽ കർണാടകയിലല്ലേ? कर्नाटका। बेलगाम वो तो वो जगह है ना।
സുമദത്തൻ. बेलगावी സുമൻ ചേട്ടനാ ഞങ്ങളൊക്കെ വിളിക്കാറ്. सुमन പണ്ടൊക്കെ സ്ഥിരം വീട്ടിൽ വരും. എന്നെ ചേട്ടനൊക്കെ ചെറുപ്പത്തിൽ വലിയ കാര്യമായിരുന്നു. എല്ലാം വിട്ടു എന്നുള്ള ഉറപ്പായിരിക്കുമല്ലോ അല്ലേ? कौन सी കേട്ടോ, एक्टिविटीज? ഇതൊക്കെ നക്സൽ. ഉള്ള കാലത്തും അച്ഛനൊന്നും ഒളിച്ചു കളിച്ചിട്ടില്ല. लोग हैं हाँ, जो लड़का अपने कार्य लड़ रहे हैं, फाइट कर रहे ഈ हैं. പഴയ നിലമ്പൂർ കേസൊക്കെ അച്ഛൻ പറഞ്ഞു തന്നെ ഞാനും കേട്ടിട്ടുള്ളത്. നിലമ്പൂർ കേസോ? 70s ഈ ഭാഗത്ത് നക്സൽ മൂവ്മെന്റ്സ് സ്ട്രോങ് ആയിരുന്നു. മുൻസിഫ് കോടതിയിൽ റെക്കോർഡ് റൂമിന് തീയിട്ടത് ആ സമയത്തൊരു നോട്ടഡ് കേസാണ്. ओह, പിന്നെ പക്ഷെ അച്ഛനെ നാട്ടിൽ നിർത്തിയില്ല, കൈയോടെ കടത്തി. അതിനുശേഷം ഈ പട്ടാളവും പദവി. അച്ഛൻ മൈബാണല്ലോ. അച്ഛൻ്റെ അല്ലേ അച്ഛൻ. क्या हुआ? ഞാൻ കുറെ വിളിച്ചിരുന്നു. ഇവിടുത്തെ സിഗ്നലിന്റെ അവസ്ഥ അറിയാലോ. എന്തു പറ്റി? ചച്ചുവിന്റെ കാര്യം പറഞ്ഞൊരു മെയിൽ വന്നിട്ടുണ്ട്. കർണാടകത്തിൽ നിന്നാണ്. कर्नाटका से? कर्नाटका से मिला है. चलो, ओह, ये ट्रेनर कितनी सुंदर होगी आजू बाजू. അന്വേഷിക്കാത്തതിന്റെ ഒന്നുമല്ല. മിസ്സിംഗ് ആയ ദിവസവും അതിന്റെ അടുത്ത ദിവസവും പൊള്ളാച്ചിയിലും തിരുപ്പൂരും വെച്ച് ചച്ചുവിനെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളെല്ലാവരും മാക്സിമം തിരഞ്ഞതുമാണ്. പ്രവീണ ചേച്ചിയുടെ അലക്ക് കിടന്ന് ടെൻഷൻ അടിക്കേണ്ടിയും വന്നില്ല. ഇതൊന്നും ഇപ്പൊ കാണുകയും വേണ്ട. अभी तक ये चच्चू को ढूंढ ही रहे हैं सिर्फ. ഞാൻ ചച്ചുവിനൊരു ഗെയിം ഉണ്ടായിരുന്നു. അതിന്റെ പേരോർക്കാൻ നോക്കിയതാ. രാവിലെ എഴുന്നേറ്റാ തുടങ്ങും. ഭയങ്കര ക്രേസ് ആയിരുന്നു. 6 ലെവലും കൂടെ കഴിഞ്ഞാൽ ട്രഷറൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ അവന് ശ്രദ്ധിക്കാനേ പറ്റിയിട്ടുള്ളൂ. പിന്നെ എങ്ങനെ ഗെയിമിന്റെ പേര് കിട്ടാന്? शायद इनकी वाइफ की कुछ ट्रीटमेंट होगी. ये भी फाइंड कर रहे हैं. तो फुल कोशिशें कर रहे हैं यार. हाँ. ಇನ್ನಿಬ್ಬರು ಮುಗಿದ್ರೆ ಮಧ್ಯಾಹ್ನ ಮೇಲೆ ಕಾಣ. ಅಜಯ್ ಚಂದ್ರ ಬನ್ನಿ. Oh no no no, इसके अंदर नहीं होना चाहिए. ये फिर उसके पास ही जा रहे हैं. यार इनका कुछ तो है यार. अब मेरे को अजीब लग रहा है सब कुछ. हर बार यही. वो तो ऐसा था ना, ऐसा था, कैसे था हेल हिटलर वाला. नहीं. थैंकफुली. अच्छा, तो यही यहाँ सिर्फ रिकॉग्नाइज करने के लिए इतनी दूर आए. बाय चांस अगर इनका हुआ तो. पर एटलीस्ट ये है कि वो डेड नहीं है. हाँ. അല്ല ഈ റെസിറ്റ് പോരാ. അതാ ആദ്യമേ പറഞ്ഞത് ആളുള്ളപ്പോൾ വരാൻ. ശരി, അത് ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. ചേട്ടൻ ഈ ഡീറ്റെയിൽസ് മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. മുഴുവൻ പേര് ആ തന്ന കടലാസിലുണ്ട്. अरे रे. स्ट्रेट फॉरवर्ड. അതും അതിനകത്തില്ലേ? ഭാര്യ? ചേട്ടൻ്റെ ഭാര്യയുടെ പേരാ ചോദിച്ചേ. वो तो नहीं हो. അവളില്ല, മരിച്ചു. മക്കള്? അജയൻ. അജയന് മാത്രമേ ഉള്ളോ? दूसरा बेटा भी तो है. അജയചന്ദ്രൻ KV. ഒരാളൂടില്ലേ? എല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നേ? പേരാ ചോദിച്ചത്. പ്രസാദചന്ദ്രൻ KV. फोन में देख के बता रहे हैं. बता रहे हैं. अपने ചേട്ടാ, बच्चे കുറച്ച് का नाम याद details नहीं അറിയാം. इनको. ചേട്ടൻ ബുദ്ധിമുട്ടുണ്ടെന്നില്ല. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാലും മതി. പേരെടുത്ത് തന്നെ വിളിച്ചില്ല. കുറേ ഒഴിന്നൊക്കെയാ വിളിച്ചത്. നല്ല ദേഷ്യത്തിലായിരുന്നു. പക്ഷെ പിന്നെ കണ്ടപ്പോ അച്ഛനൊന്നും ചോദിച്ചില്ല. ഒരു ദേഷ്യവും ഇല്ല. അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ലാത്ത പോലെ. क्या हो रहा है? कुछ समझ में नहीं आ रहा. പിന്നെ അച്ഛൻ്റെ അതെ. ഫോൺ Sun 2. നോക്കിയപ്പോഴാ ശരിക്കും സ്ട്രക്കായ. ആകെ 10 താഴെ കോണ്ടാക്ട്സ് മാത്രമേ ഉള്ളൂ.
പക്ഷെ ഓരോന്നിന്റെയും ബ്രാക്കറ്റിൽ ആരാ എന്താന്നൊക്കെ സേവ് ചെയ്ത് വെച്ച രീതിയിൽ ब्रैकेट्स में वो तो मैं भी करता हूँ. കുറച്ച് കാര്യങ്ങള് സംശയങ്ങളാണ്, പക്ഷെ ഉറപ്പാക്കാണ്ട് പറയാനും ഒരു क्या डाउट है? നീ ആ ആശാരിയെ പിന്നെ വിളിച്ചിരുന്നോ? എന്താ വെച്ചാ? ആശാരിയെ വിളിച്ചിരുന്നോന്ന്? ആ വിളിച്ചിരുന്നു. വിളിയും പറച്ചിലും മാത്രം പോരാ, കാര്യം നടക്കണം. അവനോട് ചുണ്ടമള്ളം പണിയാണെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു ഡോർ ലോക്ക് ശരിയാക്കാനല്ലേ? ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാച്ച, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരാൻ പറയാം. എനിക്ക് ഇന്ന് തന്നെ എന്റെ വാതിൽ ശരിയാക്കിടണം. അത് നീ പെരുന്തച്ഛനെ വിളിച്ചാലും തിരക്കിട്ടില്ല. यार ये कैसे लुक्स दे के गए यार, उसकी समझ गलती ही नहीं। नहीं आ रहा है क्या कर रहे हैं. റൂമിൽ കയറിയോ? അച്ഛനല്ലാതെ ആരാ റൂമിൽ കയറിയല്ലോ അച്ഛന് മനസ്സിലോ? എനിക്കിതാ മനസ്സിലാവാത്ത. വീട്ടിൽ തന്നെ ഉള്ള ഒരാൾ റൂമിൽ കയറാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അച്ഛനത് ഇഷ്ടമല്ല, അച്ഛൻ റിയാക്ട് ചെയ്യും. वो पर react इतना रिएक्ट करेंगे और उसकी कोई बात रह गई थी बीच में. അതെന്താ അങ്ങനെയെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് അച്ഛൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയതാ. That's room. ये क्या है? അച്ഛൻ ഇൻസുലിൻ ടാബ്ലറ്റ്സ് മാത്രമേ കഴിക്കാറുള്ളൂ എന്നല്ല പറഞ്ഞത്. ഇത് ഇൻസുലിൻ സ്ട്രിപ്പ് അല്ല, ആന്റി ഡിപ്രസൻസിന്റെ ഒക്കെ കൂട്ടത്തിൽ വരുന്ന. डिप्रेशन में ഗൂഗിൾ ചെയ്തപ്പോൾ ന്യൂറോ പേഷ്യൻസിന് ഈ ഒരു ടൈപ്പ് അധികം പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. Neuro patients. Oh. मेंटल प्रॉब्लम. ആക്ച്വലി ഈ ഇൻസിഡന്റ് കൊണ്ടല്ല, പലരോടും അച്ഛൻ പറയുന്നതും പെരുമാറുന്നതും ഒക്കെ കുറച്ച് സ്ട്രേഞ്ചാ. ഇതിനിടയിൽ അച്ഛൻ്റെ ആർമി ഫ്രണ്ട് വന്ന ദിവസം അയാൾ നല്ല ടോക്കറ്റീവ് ആയിരുന്നു, പക്ഷെ അച്ഛൻ ആകെ ഒരു പാനിക്ക്. അതില് നോക്കി വായിച്ചെടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഓരോ ചോദ്യങ്ങളും കുശലങ്ങളും ഒക്കെ. അയാൾ പോയി കഴിഞ്ഞിട്ട് അച്ഛൻ അതിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നതും കണ്ടു. അന്ന് രാത്രി കാറ് സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചില്ലേ? എനിക്കിപ്പോൾ അതിലും ചെറിയൊരു ഡൗട്ട് ഉണ്ട്. വീട്ടിലേക്കുള്ള വഴി കൺഫ്യൂസ്ഡ് ആയി അച്ഛൻ നിന്നതാണെങ്കിലോ? घर का रास्ता भूल गए थे वो। ऐसा ये सोच रही है. നമുക്ക് ആരെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്നാ തോന്നണ അജയേട്ടാ. वो बीमार സോറി, है। ഞാൻ അങ്ങനെ पर वो ट्रूथ बोल रही है, वो जो सही भी बोल बोल रही है. है। ओ ओके वो टाइम. क्या? അച്ഛന് ചെറിയ ഓർമ്മക്കുറവിന്റെ പ്രശ്നങ്ങളുണ്ട്. हाँ यार। നീ ഇപ്പൊ ചെയ്ത പോലെ हुई। ഇതാദ്യം നോട്ടീസ് ചെയ്ത് പറഞ്ഞത് ചച്ചുവാ. ओ चच्चू ने सबसे पहले इन्फॉर्म किया था ये बात. सेम चीज। हाँ, ओ। ये भूलने की बीमारी उनकी. ये तो सबसे अनोइंग चीज होती है. ഒരിക്കൽ അച്ഛനോട് ഞങ്ങളത് സൂചിപ്പിച്ചു. താൻ പറഞ്ഞ പോലെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താലോ എന്ന്. वो मैं पागल नहीं हूँ, मैं पागल नहीं हूँ सॉर्ट ऑफ। मैं को पागल बोल रहे हैं। अब पता लग रहा है कि कुछ तो प्रॉब्लम है उनके अंदर, और उनकी बीवी ने ये साफ चीज़ें देख ली, तो दवाई पकड़ी गई है और उनको एक भूलने की बीमारी, वो नोट्स राइट करते हैं, तो वो चीज़ हर चीज़ एक बार ध्यान रखते रहते हैं कि हाँ क्या बोलना है क्या नहीं बोलना है, क्वेश्चंस लिख रहे हैं. ऊपर से फिर वो नाम जैसे थे, नाम ऑफकोर्स ब्रैकेट में मैं भी सेव करता हूँ, बट लाइक ऐसा है कि हाँ भाई इसका जानने वाला तो याद रहता है कि हाँ इसका जानने वाला, पर इन्होंने तो अपने बच्चों का नाम तक सन 1 सन 2 ये मेरा फ्रेंड है, ये मेरा वो है, इन्होंने ये तक कर गया. इससे पता लग रहा है इनको बहुत ज़बरदस्त भूलने की बीमारी. और कॉन्टेक्स्ट में भी 10 से ज्यादा तो कॉन्टेक्स्ट ही नहीं थे, मतलब बस जो है लिमिटेड यही थे. और उस दिन भी वो कार वाला जो अज्यूम किया, कितना सही मतलब अज्यूम करा कि वो रास्ता ही उनको याद नहीं होगा कि कैसे जाना है क्या करना है. और हमको तो लग रहा था इतना एग्रेसिव रहता है, बट हमको पता नहीं ना उनके माइंड में वो किस चीज़ से डील कर रहे हैं. चीज़ें भूलना, ये करना, और मतलब बहुत ही वियर्ड लग रहा है. पहले तो मतलब मेरे को ऐसे लग रहा था वो कुछ हाइड कर रहे हैं, कुछ तो मतलब कुछ सस्पिशियस है, पर अब लग रहा है कि वो दिमागी तौर पे बीमार है एक्चुअली. सो आप लोगों को सीन कैसा लगा कमेंट सेक्शन में जरूर बताएगा. तो इसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते जाइए और और सब्सक्राइब करिए. बाय.